ഹലോ ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ടൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ നിന്നാണ്. പുതിയൊരു അപ്രൻറ്റീസ് ജോബാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ ഇപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ 19/5/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പോസ്റ്റാണ് വിളിച്ചത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് മൈൻസിലേക്കാണ്. മീറ്റ് എന്ന് പറയുന്നത് ട്രെയിനിങ് 3 വർഷത്തേക്കാണെന്ന് ഓർത്തിരിക്കുക. 37 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ഓരോ കാറ്റഗറി വൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കുക. പിന്നീട് വിളിച്ചിരിക്കുന്നത് ബ്ലാസ്റ്റർ മൈൻസിലാണ്. 2 വർഷമാണ് ട്രെയിനിങ് ഉള്ളത്. 36 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് 1.5 വർഷമാണ്. സോ 20 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും തന്നെ ഈ മൂന്നിടത്തിൻ്റെയും ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വേണ്ട. പിന്നീട് വിളിച്ചിരിക്കുന്നത് ഡീസൽ മെക്കാനിക്കാണ്. 2 വർഷമാണ് ട്രെയിനിങ്, 4 വേക്കൻസി. ഫിറ്റർ 1 വർഷമാണ്, 10 വേക്കൻസി. ടർണർ 1 വർഷമാണ്, 7 വേക്കൻസി. വെൽഡർ 1 വർഷമാണ്, 10 വേക്കൻസി. ഇലക്ട്രീഷ്യൻ 1 വർഷമാണ്, 30 വേക്കൻസി. ഇലക്ട്രോണിക്സ് മെക്കാനിക് 1 വർഷമാണ്, 4 വേക്കൻസി. ഡ്രാഫ്റ്റ്മാൻ സിവിൽ 1 വർഷമാണ്, 4 വേക്കൻസി. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ 1 വർഷമാണ്, 5 വേക്കൻസി. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് 1 വർഷമാണ്, 33 വേക്കൻസി. അതോടൊപ്പം തന്നെ സർവേവർ 1 വർഷമാണ്, 4 വേക്കൻസി. പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് 1 വർഷമാണ്, 4 വേക്കൻസി. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ 1 വർഷമാണ്, 1 വേക്കൻസിയാണ്. അങ്ങനെ ടോട്ടൽ 209 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഓരോരുത്തർ റെലവൻ്റ് ആയിട്ടുള്ള ITI പാസ്സായിരിക്കും പറയുന്നു. സോ അതോടൊപ്പം ഇവിടെയും പറയുന്നുണ്ട് 2023 ITI പാസ്സായവരാണെങ്കിൽ അവർക്ക് അഫിഡവിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിപ്ലോമ, BA ഓർ BTech അതുപോലെ അതിൻ്റെ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അവർ കൺസിഡർ ചെയ്യത്തില്ലെന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 വയസ്സ് മുതൽ 30 വയസ്സുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. OBC കാൻഡിഡേറ്റ് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ, SC/ST കാൻഡിഡേറ്റ് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് apprenticeshippindia.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ ആദ്യം കമ്പൽസറി ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ആ രജിസ്റ്റർ ചെയ്തിട്ട് ആ രജിസ്ട്രേഷൻ നിങ്ങൾക്കൊരു ID കിട്ടുന്നുണ്ടായിരിക്കും. അത് വെച്ച് വേണം നിങ്ങൾ രണ്ടാമതായിട്ട് www.hindustancopper.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ 2 പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഇതിലേക്ക് പരിഗണിക്കത്തുള്ളൂ എന്നിവർ പറയുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ച് നോക്കി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനും അപ്ലൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 19/5/2025, ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 2/6/2025 ആണ്. അതുപോലെ പുതിയ ജോബ് നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് ഇനി വരുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തിയിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് എന്നാണ്. താങ്ക് യു.